ഹായ്, നമ്മളിന്ന് കുവൈത്തിലെ ഹവലിയിൽ നിന്ന് ദോഹ വരെ ഒന്ന് പോയാലോ? ദോഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖത്തറിൻ്റെ ക്യാപിറ്റലായ ദോഹയല്ല കേട്ടോ. നമ്മുടെ കുവൈത്തിലൊരു ദോഹ ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞതെന്നുള്ളൂ. അവിടേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ്. അടിപൊളി ക്രോസ് ബ്രിഡ്ജുകളും അതുപോലെ തന്നെ ഷുവൈക്ക് ബോട്ടും പിന്നെ വലിയ കടൽപ്പാലങ്ങളൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോകാൻ. നമ്മൾ പോകുന്ന അങ്ങോട്ടാന്ന് പറഞ്ഞാൽ വെയർ ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ വലിയ വലിയ കമ്പനികളൊക്കെ വെയർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഷുവൈക്ക് പോർട്ട്. ഇവിടുന്ന് നോക്കിയാൽ കുവൈറ്റ് സിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? കടലിൻ്റെ മേലെ കൂടെയുള്ള ഈ ഒരു പാലമൊക്കെ ഒരുപാട് ദൂരം പോയാൽ നമ്മൾ ലാസ്റ്റ് ചെന്നെത്തുന്നത് ഒരു വലിയ മരുഭൂമിയാണ് കേട്ടോ. കുവൈത്തിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും വെയർ ഹൗസ് ഇവിടെ ആവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ സീപോർട്ട് അടുത്തായതുകൊണ്ട് പോർട്ടിൽ നിന്ന് സാധനങ്ങളുമായി വരുന്ന കണ്ടെയ്നറുകൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ടൗണിനെ അപേക്ഷിച്ച് ഇവിടെ വാടകയും കുറവായിരിക്കും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഇതാണ് ഇവിടേക്കുള്ള പ്രധാന ഗേറ്റ്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അവർ അനുവാദം വാങ്ങിയിട്ട് വേണം നമ്മളുള്ളിലേക്ക് കയറാൻ. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ വെയർ ഹൗസ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ടൊയോട്ടയുടെ വെയർ ഹൗസാണ്. ഒരുപാട് ദൂരത്തിലായിട്ട് ടൊയോട്ടയുടെ പുതിയ പുതിയ കാറുകൾ ഇങ്ങനെ മൂടിയിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നീറ്റായ വെയർ ഹൗസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലുലുവിൻ്റെ വെയർ ഹൗസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.